നമസ്കാരം. ഇന്ന് നമുക്കൊരു ഇവിടെ ഉണ്ടാക്കുന്ന കോക്കള എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് കടലമാവ് കൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയ സാധനമെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 1/4 കിലോ കടലമാവ്, 2 സ്പൂണ് മൈദ, പിന്നെ ഒരു ശകലം ഉപ്പ്, പിന്നെ വേണ്ടിയത് നമ്മൾ ഒരു നുള്ള സോഡാപ്പൊടി, പിന്നെ വേണ്ടിയത് കായം, പിന്നെ അതിന് വേണ്ടിയത് നമുക്ക് ഇതൊന്ന് കലക്കാനുള്ള വെള്ളം. അപ്പം നമുക്ക് ഇച്ചിരി വെള്ളം ഒന്ന് ഞാനിവിടെ വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട്. അതേലെ അപ്പം അതിന് മുമ്പ് ഞാനിത് വേവിക്കാൻ ഇഡലി കൂട്ടത്തിൽ വെള്ളം തിളപ്പിച്ചിട്ടേക്കും. അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കാം. ഇതൊന്ന് തരിയില്ലാതെ ഇങ്ങനെ ഒന്ന് കടലമാവ് തരിയില്ലാതെ നമുക്കത് നമ്മൾ നോക്കി നോക്കി വേണം വെള്ളം ചേർക്കാൻ. നമ്മളതെല്ലാം ശരിയാക്കി. ഇനി നമുക്ക് വേണ്ട ഞാൻ ഇത്ര ഒരു നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഒരു സ്ഥലം ബോയിൽ പേപ്പർ വെച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് നല്ല ഒന്നുകൂടെ ഒന്ന് കലക്കാം. ഇത് വരാനിവിടെ കടയിൽ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വേണ്ട ഇത്ര എണ്ണയും കൂടെ ചേർക്കുന്നുണ്ട്, 1 സ്പൂണാണ്. അതും കൂടെ നമുക്കൊന്ന് ചേർക്കാം. ഇത് തന്നെ ഇതും പിന്നെ നമ്മളുടെ ഇത് വെച്ച് ഒക്കെ ഈനോയ അതൊക്കെ വെച്ച് വെക്കാം. ഇപ്പം നമ്മൾ ഇതിനകത്ത് സോഡാപ്പൊടി ആയത്. അപ്പം നമുക്കിനി അത് ഈ ഒരു ഇതിനകത്തോട്ടൊന്ന് ഒഴിക്കും. നമുക്കിത് കൈ കൊണ്ടൊന്നിങ്ങനെ അടിച്ച് നമുക്കിനി എടുത്ത് നമുക്കിത് ഈ അടുപ്പയിലോട്ടൊന്ന് വെക്കാം. അപ്പം നമുക്ക് ഈ ഇതിലേക്കോട്ട് ഒന്ന് തുറന്നിട്ട് അതിനകത്തോട്ട് നമുക്കൊന്ന് വെക്കാം. അതിനകത്ത് ആവി പോകുകയാണ്. അപ്പം നമുക്ക് ഇതെടുത്ത് അതിനകത്തോട്ട് എന്നിട്ടൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യും. അടച്ചു വെക്കാം. അപ്പം നമുക്കിത് ഇങ്ങോട്ടൊന്ന് വാങ്ങി വെക്കാം. ഇതിൽ കൂട്ട് അത് ഇങ്ങോട്ടൊന്ന് വാങ്ങി. ഇനി നമുക്ക് അതിന് തടുക്കല്ല കഴിക്കാനൊരു ഇതിന് കടുക് വറക്കാനൊരു ചീനിച്ചട്ടി എടുക്കണം. അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കും. ഇനി നമുക്ക് എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഇച്ചിരി കുറച്ച് കടുക് ഇടാം. ഇച്ചിരി ഏറെ കടുക് വേണമെങ്കിൽ. അപ്പം നമുക്ക് ഏകദേശം ഒരു ഇത്രയും കടുകുള്ളൂ നമുക്കിടാം. ആ കടുക് ഒന്ന് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഒരു 5 പച്ചമുളക് ഞാൻ കീറി വെച്ചിട്ടുണ്ട്. അത് അതിലൂടെ നമുക്ക് ഇത്രയും കറിവേപ്പില അത് നമുക്കൊന്ന് ഇളക്കിട്ട്
നമുക്ക് അതിനകത്തോട്ട് ഇത്രയും വെള്ളം ഒഴിക്കും. ഒരു മുള്ള കൂടുക, ഇത്രയും കൂടും. നമുക്ക് എടുത്ത് വെച്ചേക്കുന്നത് അതൊന്ന് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇങ്ങനെ ഉള്ളത് ആവിയാ ചൂടാ ഞാനത് എടുത്തിട്ട് ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് നോക്കിയാണ് ചൂടാ ആറണം. പക്ഷേ ഇളകുമോന്ന് നോക്കാം. ചൂടോടാ, അതുകൊണ്ട് പിന്നെ അറിയത്തില്ല, ചൂടാ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്താൽ. അപ്പോൾ ഇതിൻ്റെ പേരാണ് കോക്കൽ. ഇത് നല്ല വെന്തിട്ടൊക്കെ ഉണ്ട്. നമുക്ക് ഗ്യാസ് അങ്ങ് നിർത്താം. ഇനി നമുക്കിതിങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് നമുക്കിത് ചെയ്യാം. ഇത് നമുക്കൊന്ന് ഇച്ചിരി ഒന്ന് ചൂടാ. നമുക്ക് ഇതിൽ നിന്ന് ഒരു കഷ്ണം എടുക്കാം. അപ്പം അത് കഴിക്കാൻ നേരം ആൾക്കാർ എടുക്കുന്നത് ഇങ്ങനെ ഒരു കഷ്ണം അതിൽ നിന്ന് നമുക്ക് എടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് വെക്കാം. ചൂടാ എന്നിരിക്കും. ഇതിനകത്തോട്ട് നമുക്ക് എന്നിട്ട് ഇതരച്ചിട്ട് മല്ലിയിലയും വേണം ഇതിനപ്പം ഞാൻ മല്ലിയില എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അപ്പം നിങ്ങളെല്ലാവരും ഈ കോക്കല ഉണ്ടാക്കി നോക്കുക. എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഓക്കെ, ബൈ.